എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ബക്കറ്റ് ചിക്കൻ്റെ വേറൊരു വേർഷൻ കലം 2.0 ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വേണമെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോ ഉള്ള കോഴി എടുത്തിട്ടുണ്ട്, മുഴുവനെ എടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈര് വേണം, പിന്നെ ഒരു കുടം ഇഞ്ചി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത്, ബട്ടർ, ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, നാരങ്ങ, പിന്നെ ബേ ലീഫ്. ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത്. ആദ്യം നമുക്ക് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. കലം ചിക്കൻ ഉണ്ടാക്കാൻ മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ചിക്കൻ നന്നായിട്ട് കൂനാന്ന് വരഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ലവണ്ണം അരപ്പെല്ലാം പിടിക്കണം. എത്രയും വര കൊടുക്കാമെങ്കിൽ അത്രയും വര കൊടുക്കണം. നമ്മളെ ചിക്കനെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്തിനാണെന്നറിയോ? ഈ ചിക്കൻ്റെ മീറ്റൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. സാധാരണ എല്ലാവരും നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്ന അതിനകത്ത് അങ്ങ് ഒഴിക്കുക. ഇതിപ്പം ഇതിനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നാരങ്ങയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം. ഗ്രില്ലോ അൽഫാമോ എന്ത് ചെയ്താലും ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. കുറവായിട്ട് തോന്നും. നേരത്തെ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പം ക്യാമറ ഓൺ ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ബട്ടർ, 2 ടീസ്പൂൺ തൈര് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നതാണ് ഈ മിശ്രിതം. നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വരഞ്ഞ സ്ഥലത്തെല്ലാം നന്നായിട്ട് ചേർത്തക്ക രീതി. എന്നാലേ നമുക്ക് ചിക്കന് നന്നായിട്ട് ടേസ്റ്റ് വരുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലൊരു ഫ്ലേവറിനുണ്ട്. നമുക്ക് ഈ മല്ലിയിലെല്ലാം കൂടെ കൊണ്ട് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നടക്കാം. നന്നായിട്ട് കുത്തി കൊടുക്കാം. ഓക്കെ, കുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ചെയ്യേണ്ടത് ഈ 2 കാലുകളൊന്ന് ചെറുതായിട്ട് കെട്ടി കൊടുക്കണം. നമുക്കിതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു കമ്പി ഉപയോഗിച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. കാലെല്ലാം കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മൾ തൂക്കിയിട്ടിട്ടാണ് ഈ ചിക്കൻ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൂടെ ഒരു കമ്പി കയറ്റി നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് ആക്കി കൊടുക്കാം. ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കോഴിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഈ അരപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. നമ്മളൊരു മൺകലത്തിലാണ് ഈ ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടപ്പാണിത്. ഈ അടപ്പിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഞാനിവിടെ ഒരു കമ്പി, ഒരു ഹുക്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തൂക്കിയിടാൻ വേണ്ടി ഞാനിതുപോലെ എസ് പോലെ കമ്പി വളച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് ഈ
ഈ ഹുക്കിനകത്താണ് ഈ ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ കലത്തിനകത്തോട്ട് ഇറക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തീ കത്തിക്കാം. നമ്മൾ തീയെല്ലാം കത്തിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കത്തിപ്പിടിക്കട്ടെ. നമ്മളിന്ന് ഈ മൺകലത്തിലായിട്ടാണ് നമ്മൾ ഈ കലം ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തീയൊന്നും കത്തിച്ച് പെരയ്ക്കൊന്നും തീ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ പോലീസുകാരുടെ ഡ്രോൺ വരുമോയെന്നൊന്നും പേടിക്കണം. നമുക്ക് സാധാരണ നമ്മുടെ അടുപ്പേ വെച്ച് നന്നായിട്ട് ഇത് ചൂടാക്കാം. ഒരു 3-4 പാറക്കല്ല് ഇട്ട് കൊടുക്കാം. ഇത് ചൂട് ഒന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു വാഴയില ഇങ്ങനെ ഇറക്കി കൊടുക്കാം. പക്ഷേ ഈ കല്ലിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിക്കനകത്തോട്ട് പിടിക്കാതിരിക്കാനാണ്. നമ്മുടെ കലം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. നമ്മുടെ ബേ ലീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വയനയിലെന്ന് ഇടനയിലെന്നൊക്കെ പറയുന്നതാണ്. ഒരു ചിക്കൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ഒന്നുകൂടെ തൂക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിങ്ങനെ ഒരു കൊളുത്തൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ 2 കൈയും ഒരു ടൂത്ത് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. അല്ലെ കലത്തിലോട്ട് കയറ്റുമ്പോൾ എൻ്റെ കൈ ഒന്ന് മുട്ടിയാലെന്ത്. അപ്പം ഇതിൻ്റെ കൊളുത്ത് വേണ്ട ഇതിനകത്തേക്ക് കൊളുത്തി ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പൊക്കി നോക്കണമെങ്കിൽ നമുക്ക് ഈ അടപ്പൊന്ന് പൊക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ചിക്കൻ നമ്മൾ കലത്തിനകത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വെക്കാം. നമ്മൾ ചിക്കനെ നമ്മുടെ കലത്തിലേക്ക് താണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തീ കൊടുക്കുക. ഏകദേശം 1 മണിക്കൂർ കത്തിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ കലത്തിൽ തൂക്കിയിട്ട ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു മഴ പെയ്തു, അതുകൊണ്ടാണ് ഇത് എടുക്കാൻ താമസിച്ചത്. എല്ലാം നല്ലോണം വെന്തൊക്കെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, ഇത് കണ്ടാ നല്ല അൽഫാമിൻ്റെ മണമാണ് വരുന്നത്. നമ്മുടെ പുതിയ കലം ചിക്കൻ 2.0. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല മണം, നിൽക്കാൻ വയ്യ. നമ്മുടെ ചിക്കനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ വയ്യാത്ത മണമാണ്. നമ്മുടെ അൽഫാമിൻ്റെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലം ചിക്കൻ 2.0 നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വർഷത്തെ വേർഷൻ 2.0 ചിക്കൻ എല്ലാം തയ്യാറായിട്ടുണ്ട്. നമ്മൾ കലത്തിലാണ്, മൺകലത്തിലാണ് തയ്യാറാക്കിയത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മണം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അതായത് കണ്ടോ, ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളിതിനകത്തൊരു ഇത് കുത്തി കൊടുത്തായിരുന്നു. അങ്ങോട്ട് മാറ്റാം. ഇതുണ്ടോ, കൈ കൊണ്ട് ചുമ്മാതെ ഇങ്ങനെ അടർന്നു വരും. ഇതുണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടോ, ഒന്ന് മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അൽഫാമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട്. പിന്നെ മയണൈസിൽ മുക്കി കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ആ വീഡിയോയ്ക്കകത്തുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു മസാല മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മയണൈസിനകത്ത് തന്നെ 1 പിഞ്ച് ഗരം മസാലയും 1 പിഞ്ച് കുരുമുളക് പൊടിയും 1 പിഞ്ച് കാശ്മീരി ചില്ലി കൂടെ മിക്സ് ചെയ്തതാണ്. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളിയാണ്.
എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ മൺകലം ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക. വലിയ വിലയൊന്നുമില്ല മൺകലത്തിന്. നമ്മുടെ മറ്റേ സ്റ്റീൽ കലത്തിൽ അതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളിയാണ്. നമുക്ക് കറക്റ്റായിട്ട് പരുവത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് 1 മണിക്കൂർ തന്നെ കറക്റ്റായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെളിയിലാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വിറകടുപ്പിലാണെങ്കിൽ 1 മണിക്കൂർ വരെ. ഗ്യാസിലാണെങ്കിൽ അത്രയും വേണ്ട. ആദ്യം ഹൈ ഫ്ലെയിമിൽ തീ കൊടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് സിമ്മറിങ്ങിനാക്കണം. ഗ്യാസിലും ചെയ്യാം. ഞാൻ പിന്നെ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടി ഞാൻ വെളിയിൽ വിറകടുപ്പിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.